ഞാൻ ദീദിയാണേ. എന്റെ മറ്റേ ഫോണിൽ ചാർജ് ഇല്ല. ഈ ജയകുമാർ മധുവന്നൂർ എന്ന് പറയണവൻ ഇവരുമായിട്ട് അടുപ്പമാണല്ലെന്ന് പറഞ്ഞു തരാമോ? ഈ ജയകുമാറാണ് ബിജുവിനെ കൊണ്ട് നടന്നുള്ള ആരോപണം ആ സമയത്തുണ്ടായിരുന്നു. സ്റ്റോറി എത്തിക്കാൻ അതെനിക്കറിയാൻ പാടില്ല. അന്ന് ഇവരത് ചങ്ങലായിരുന്നു. എന്തായാലും ഞാൻ ഇതൊന്നും തപ്പി ഞാൻ അടുത്ത ദിവസം തന്നെ പറയാം. ഈ ജയകുമാർ മധുവന്നൂരുമായിട്ട് അടുപ്പമാണോ അല്ലേന്ന് പറയാം. ഇപ്പൊ പറയാം. തിരക്കാം. ബിജു പങ്കജ് അല്ലേ? അത് ഞാൻ അവനാണോ നമുക്ക് എനിക്ക് നല്ല സംശയം. അവനാണോ നമുക്കിത് ഇപ്പൊ ആരെയും വെച്ചത്? അവന്റെ സ്റ്റോറി നമ്മുടെ തലയിലേക്ക് എത്തിച്ച് അവൻ രക്ഷപ്പെട്ടതാണോന്നും നമുക്കറിയില്ലല്ലോ. അതൊന്ന് ചോദിക്കാം. ബിജു പങ്കജുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ അത് എങ്ങനെ ഇയാൾ എങ്ങനെ ഇരിക്കണം? ഇയാളുടെ വല്ല ഒന്ന് ഇങ്ങനെ വാട്സാപ്പ് ചെയ്ത് തരും. ഇയാളുടെ പടമല്ലോ. കണ്ണാടി വെച്ച ഒരാള് ഇടത്തോട്ട് മുടി ചെയ്യുന്ന ഒരാള്, ഷർട്ട് പുറത്തിടുന്ന ആള്. ഓക്കെ. അത് ഞാൻ തപ്പിയെടുത്തിട്ട് പറയാം. ഓക്കെ. നമ്മുടെ കളക്ടർ രാജമാണിക്യത്തിന് ഒരു ചെറിയ കട്ടുണ്ട്. മനസ്സിലായി. സൈഡിലേക്ക് മുടിയത്. ബിജു പങ്കജ്. അവൻ ഇതും കൂടെ ഇപ്പൊ വല്ല കളിയായിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ ബിജു പങ്കജ് നിങ്ങളുമായിട്ട് എങ്ങനെ? ഞാനോട്ട് നോക്കി പണ്ട് അവനോടൊക്കാം. ആണോ? അപ്പൊ ഈ മാധ്യമങ്ങളിലും ഇങ്ങനെ അടിയുണ്ടോ? തമ്മിലടി ഉണ്ടല്ലേ? ഭയങ്കര അടി. അവന് ഭയങ്കര ഗ്രഡ്ജ് എന്നോട്. എന്നാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറഞ്ഞ് അത് സോൾവ് ചെയ്യിക്കാൻ പറയാൻ പാടില്ല. എങ്ങനെ സോൾവ് ചെയ്യാൻ? ബിജു എന്ന് പറയണത് ഞാനോട്ട് ഒരു നല്ല ബന്ധത്തിലുള്ളവനല്ല. ഇപ്പൊ ഞങ്ങൾ ഒരേ സ്ഥാപനത്തിൽ നിൽക്കുമ്പോ എനിക്ക് മുമ്പത്തെ ഒരു ബന്ധമില്ല. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ചാനലിൽ നിൽക്കുമ്പോ അറിയാലോ നമുക്ക് എന്താ ബന്ധം. അപ്പൊ ഇവന്റെ പേരൊന്ന് മനസ്സിരുന്നോട്ടെ കേട്ടോ. ബിജു പങ്കജ്. അപ്പൊ ഇത് മറ്റൊന്നും ഈ ബിജു പങ്കജ് വെച്ച പണിയാണോ നമുക്കൊന്നും അറിയണേ. ഒറ്റ മിനിറ്റ് ഞാൻ ചോദിക്കാനേ. ഈ ഇന്നസെന്റ് ഇവിടെ തീരെ നമുക്കെതിരെ വല്ലതും കളിക്കുന്നുണ്ടോ? കൈലിയുടെ പഴയ ബ്യൂറോ ചീഫ്. അപ്പൊ നല്ല സ്വാധീനമുണ്ട്. ഈ SC/ST ഇങ്ങനെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ നമുക്ക് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാര് മേലിലേക്ക് ഉയർന്നു പോണത്. അല്ല വേറൊരു കാര്യമുണ്ട്. അത് വെച്ച് നോക്കിയിട്ടുണ്ട് ബിജുവും ഞാനും ഒരേ ജാതിയാ. ബിജു പങ്കജ് അല്ലേ? ഒരേ ജാതിയല്ലേ? അവന് SNDP കാരണം ഞാനും SNDP കയറിയോ? അവനെ എന്നോട് കൊണ്ടാണ്. അപ്പൊ പുള്ളിയോട് തോന്നി പുള്ളിയുടെ തോന്നി എന്ന് പറഞ്ഞാൽ ഇവനും അത് തന്നെയല്ലേ? ഇവൻ പുള്ളിയേക്കാൾ പാടാണല്ലോ. ഇവൻ APMS ആണല്ലോ. പുള്ളി പറവ സമുദായം. അതിനായിരിക്കും അതിനൊക്കെ കുറച്ചുകൂടെ പൊക്കത്ത് നിൽക്കുന്നതാണല്ലോ പറവ സമുദായം. APMS ആണല്ലോ ഏറ്റവും താഴത്ത് നിൽക്കുന്നതാണ്. വാഴക്കനൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിനാമികളിയാണ്. വാഴക്കനൊക്കെ വലിയ സ്വത്തുള്ള ആൾക്കാരാണ്. പക്ഷെ അതൊക്കെ സൂക്ഷിച്ച് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെയൊക്കെ സ്വത്തില് ചെറിയ എമൗണ്ടാ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ സജ്ജനം ഉപയോഗിച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മറ്റേ സ്വർണ്ണത്തിന്റെ ഒക്കെ വെട്ടിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഈ എമൗണ്ട് ബാക്കി വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഈ ഒരു സിറ്റിയിൽ 10 സെന്റ് സ്ഥലമുള്ളവരുണ്ടല്ലോ 1.5 കോടിയുടെ വക. ശരിക്കും പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി ഉണ്ടോ പുള്ളിയുടെ? ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. US, UK, ഗൾഫ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തേക്കാന്നാണ് പറയുന്നത്. പിന്നെ ഈ കോലഞ്ചേരിയിലെ പത്രക്കാരായിട്ടൊക്കെ നിങ്ങൾ എങ്ങനെ? ഈ പ്രാദേശിക പത്രക്കാരായിട്ട് അവരെ പിടിക്കാൻ മനോരമ നമുക്കറിയില്ലാണ്. പക്ഷെ മാതൃഭൂമി പറ്റുന്നതാണ്. പിന്നെ വീക്ഷണം നമുക്ക് പിന്നെ സ്വാഭാവികമായിട്ടും കുഴപ്പമില്ല. എന്തെങ്കിലും പൈസയുടെ കാര്യമാവും ചോദിക്കണത്. അപ്പൊ പൈസ എന്നാന്ന് നമ്മളെന്ത് കൊടുക്കണം? എന്ത് പറയണം? അവൻ പറഞ്ഞ അവർക്ക് ഇത് വലിയ കേസല്ല. അവരോട് തന്നെ പറയാനാ പറയണത്. നമുക്ക് എങ്ങനെയൊന്ന് പറഞ്ഞു ഞാനൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? എന്തെങ്കിലും ഞാൻ വിളിക്കുമ്പോ എന്നാലും പറയണം. എന്നാലും ഒരു ഊഹം എന്നോട് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു. ഒരു 10-20,000 രൂപ കൊടുത്താൽ മതിയോ? അങ്ങനെ കൊടുക്കാം. എന്നാ ശരി. അതിന് ഉപകാരം എന്താണെന്നറിയോ? അതുകൊണ്ട് ഉപകാരം എന്താണെന്നറിയാമോ? ഇവന് നമുക്ക് കൊടുക്കുന്ന മുതലാണ്. പുത്തൻകുരിശിലുണ്ട്. ഒരു കാര്യം കൂടി പറയാൻ വേണ്ടി വിളിച്ചത്. അതാണ് നമുക്ക് വിവരം തന്നെ ആള്. പക്ഷെ നിങ്ങൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. സക്കീർ ഹുസൈൻ മൂവാറ്റുപുഴക്കാരനാണ്. അല്ല മറ്റേ പെരുമ്പാവൂരുകാരനാണ്. പുള്ളിക്ക് ഇവിടെ എത്തുന്ന ഇവനെ എങ്ങനെ വിളിച്ച് സോപ്പിട്ടാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യും. TH മുസ്തഫയുടെ മോനാ ഈ സക്കീർക്ക എന്ന് വിളിക്കുന്നത്. സക്കീർ ഹുസൈനെയാണ്. TH മുസ്തഫയുടെ മോനാണ്. TH മുസ്തഫ വീണ് കിടക്കുക. അപ്പൊ സക്കീർ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസക്ക് വേണ്ടിട്ട് തിരിക്കുന്നേ. സക്കീറൊന്നും ചെയ്യാതൊന്നും ചെയ്യാനില്ല, ചെയ്ത് കൊടുക്കാനില്ല. സക്കീറൊന്നും ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ബെൽറ്റൊന്നുമില്ല. ഞാൻ വേറൊരു കോട്ടയത്തുള്ള ഒരു മാധ്യമ പ്രവർത്തനോട് ചോദിച്ചു. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഉല്ലാസ് എന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചേച്ചിയുടെ കാര്യം ചോദിച്ചു. ചേച്ചി ഈ ഒരു ഉല്ലാസ് എന്ന് പറഞ്ഞു മനോരമയുടെ.
ഉല്ലാസിനെ നേരെ പരിചയമില്ല. പക്ഷെ ഉല്ലാസിന്റെ അനിയൻ എന്റെ സുഹൃത്താ. ഉല്ലാസിന്റെ ചേട്ടൻ ജീവൻകുമാർ. പുള്ളി പറയോ എന്റെ പിന്നെ ലേവി ചേച്ചിയാണ് മറ്റേ തെറ്റയിലിന്റെ വിഷയമൊക്കെ പൊക്കിയ ആള് പുള്ളിക്കാരത്തിയാണ്. തെറ്റയിലിന്റെ കേസില്ലേ ഇവര് വലിയ ആഘോഷമായിട്ട് അതെടുത്തത് ചാനല്. പക്ഷെ എനിക്ക് അതിനകത്ത് വിയോജിപ്പായിരുന്നു. പക്ഷെ ചാനലിന് നമ്മുടെ മറ്റേ വീരേന്ദ്രകുമാർ മാനേജ്മെന്റ് അല്ല മറ്റേ ഗ്രൂപ്പിലെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളല്ലേ തെറ്റയില്. അപ്പൊ അവർക്ക് മാനേജ്മെന്റിന് വളരെ വിരോധമുള്ള ആളായതുകൊണ്ട് മാനേജ്മെന്റിലെ വിഷയം വിട്ട് അങ്ങോട്ട് അലക്കി കൊടുക്കും. അങ്ങനെ വന്നതാ അത്. ബെന്നി ബെഹനാൻ ആളെങ്ങനെ ഈ മറ്റേതൊക്കെ സത്യാണോ മറ്റേ ഈ സരിതയുടെ സംഭവം ഫോൺ വിളിച്ചതൊക്കെ? അത് ഇപ്പൊ മറ്റേത് സെറ്റിൽ ചെയ്യാനോ എല്ലാം വിളിച്ചു കാണും. അല്ലാണ്ട് ഇല്ല പുള്ളി അതിന് പോയെന്നല്ല ഇങ്ങനെ ഫോൺ വിളിച്ച് സെറ്റിൽ ചെയ്യാനായിട്ടാ. സെറ്റിൽ ചെയ്യാൻ പുള്ളി അയ്യാണോ എ ആണോ? പുള്ളി എയുടെ സ്ട്രോങ് ആളാ. ആണോ? എനിക്കിപ്പോ എന്നാ ഇതൊക്കെ കേൾക്കുമ്പോ തിരിയാ വരുന്നത്. നമ്മൾ വിചാരിക്കാത്തേ ഈ അജയ് ആയിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. ആദ്യമായിട്ടാണ് മനസ്സിലാകുന്നത്. ബെന്നി ബെഹനാനായിട്ട് അടുത്ത ബന്ധമെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, എ ഗ്രൂപ്പിലെ നേതാക്കന്മാര് ഐ ഗ്രൂപ്പുകാര് മുഴുവൻ കാശ് കൊടുത്ത് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ചന്ദ്രശേഖരനായിട്ട് വലിയ എടുപ്പായിരുന്നു. അതെ ആർ ചന്ദ്രശേഖരൻ. മറ്റേ പുള്ളി ഇത് കശുവണ്ടി അതെ അശ്വണ്ടി INTUC. അത് നമുക്ക് സൂചനയുണ്ട്. ഈ കൂട്ടുകെട്ടിലെ ഓട്ടോമാര് മറിക്കുമെന്ന് നമുക്കറിയാം. വെച്ചാലേ അവിടുത്തെ നിബു കുര്യാക്കോസ് MS അബ്രാഹിം ഇവന്മാർ രണ്ടുപേരും തിരിഞ്ഞ കേസുകളാണ്. അപ്പൊ അത് കറക്റ്റ് ഇൻഫർമേഷൻ അത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള സംശയമുള്ള ആൾക്കാരുടെ പേര് പറയുവാണെങ്കിൽ അത് പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ പിന്നെ ഈ നാട്ടുകാർ MS അബ്രാഹിം നിബു കുര്യാക്കോസ് നിബു കുര്യാക്കോസ് ഇവന്മാർ രണ്ടും ഒറ്റ ടീമാണ്. ഇവന്മാർ രണ്ടുപേരും. പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഇങ്ങനെയുള്ള അമ്മമാർ രണ്ടുപേരും അവിടുത്തെ വോട്ട് മറിക്കാൻ നിൽക്കുന്ന അമ്മമാര്. പിന്നെ ഒറ്റ കാര്യം ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾക്ക് കാര്യം, ഈ PH മുസ്തഫയുടെ അനിയൻ ലിങ്ക് ഉണ്ടോ നോക്കണം. ജബ്ബാർ ഇക്കാൻ വല്ലതും വിളിക്കുന്നുണ്ടോന്ന് അറിഞ്ഞാണ്. ജബ്ബാർ ഇയാടെ അച്ഛന്റെ അനിയനാ. ഇയാള് എന്താ കോൺഗ്രസിൽ വല്ല സ്ഥാനമുള്ളതാണോ? അതിന് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാവും വാഴക്കുളത്ത്. അപ്പൊ അയാൾ ഒന്ന് സ്കെച്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ TH മുസ്തഫയായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോന്ന് നമുക്കൊന്ന് അറിയണം. TH മുസ്തഫ ഇവരെ വീട്ടിൽ എന്നായാലും പോകാനായിട്ട് അത് പോണ ദിവസം ഞാൻ പറയാം നേരത്തെ. അങ്ങനെ ഇതുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും ഇങ്ങനത്തെ പേരുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട പേരുണ്ടെങ്കിൽ അത് പറയുവാണെങ്കിൽ പ്രത്യേകം നമുക്ക് അത് പറയാം. അല്ലെ ഈ നാട്ടിൽ ഇവര് വിളിക്കണ എല്ലാ പേരും നോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അതെ MS കറക്റ്റാ. MS അബ്രാഹാം. ഈ MS അബ്രാഹാമിനെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അല്ലേ? ഡയറക്റ്റ്. അത് പറയാം. വേറെ ആരെങ്കിലും ഇങ്ങനത്തെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട വരെ പേരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച്. പിന്നെ ഇവൻ ഡ്രൈവർക്ക് നമുക്കത് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. ഒരു കോളനിക്കാരനാണ്, അതോടിക്കാരനാണ്. നമുക്ക് കൊടുത്ത നമുക്കത് വലിയ ഉപകാരമില്ല. അതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ബ്രിട്ടീഷുകാരുടെ അച്ഛന്റെ ചേട്ടന്റെ മോനാണ് ഈ MP രാജൻ എന്ന് പറഞ്ഞ ആള്. അവിടുത്തെ കോൺഗ്രസ്സുകാരൻ. അയാളുമായിട്ടുള്ള ഇഷ്യൂ ആണ് മെയിൻ. എനിക്ക് അയാളാണോ വന്നാന്നറിയാനാ ചോദിച്ചത്. അയ്യോ എങ്ങനെയാണ് ആ പേരൊന്നും പറഞ്ഞു തരും. പേര് എന്നാ ഒന്ന് പറഞ്ഞാൽ എഴുതി എടുത്തോട്ടെ. MP രാജൻ. ഏലിയാസ് കാരിപ്പറ. ഏലിയാസ് കാരിപ്പറയാണ് ഈ താടി വെച്ചതെന്ന് പറയണത്. കറുത്ത് താടിയുള്ള ആളാണ് അയാൾ. മറ്റൊരു വെളുത്തിട്ട് ഇത്തിരി വട്ടമുഖമുള്ള ആള് MP രാജൻ. അല്ല നിങ്ങള് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ നമ്മളെ ഒറ്റയ്ക്ക് നമ്മുടെ പേഴ്സണലി ചെയ്യാൻ ഈ പാർട്ടി അങ്ങനത്തെ തെളിഞ്ഞ പാർട്ടിയാണ്. ഇവിടുത്തെ ആരാണ് നിയോജകമണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്? CP ജോയി എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ ഒരു തണുപ്പാണ്.